ഹക്കീം ഷാജാന്റെ തമിഴിലൊരു പടമുണ്ട്. മലയാളികൾക്ക് എത്ര റേഞ്ചാണ്. അവരുടെ നീലം പ്രൊഡക്ഷൻ എടുക്കുന്ന പടങ്ങൾ അങ്ങനത്തെ പടങ്ങളാണ്. അവര് പൊളിറ്റിക്സ് അവിടെ ഓടിയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ ടൈപ്പ് അവര് തന്നെ ഉണ്ടായി കൊടുത്തിട്ട് ഓണമുണ്ട്. അതിപ്പോ റീസൺ അല്ലാണ്ട് ഈ കുറച്ച് പടങ്ങളുണ്ടാവും ജനറൽ ഓഡിയൻസ്. റിലേറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ടൊവിനോ വന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോ ഈ ഒരു സാധനത്തിന് അങ്ങ് പോകും എന്നുള്ളൊരു സാധനം. പക്ഷെ ഓരോ സമയത്ത് ഈ ഡിയർ ഫ്രണ്ട് കണ്ടിട്ടുണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കംബാക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യണ കുറച്ച് നടക്കാണ്. ഞാനൊക്കെ 9 പഠിക്കുമ്പോൾ ചെയ്യണ എല്ലാം ഹിറ്റ്. ഞാനൊക്കെ ഒരു സമയത്ത് വിചാരിക്കുന്നത് ടൊവിനോ വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ പേഴ്സണലി വിചാരിച്ചത് നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യണ ഒരു സാധനമാണ്. ടൊവിനോ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സാധനത്തിന് അങ്ങ് പോകും എന്നുള്ളൊരു സാധനം. പക്ഷെ ഓരോ സമയത്ത് ഈ ഡിയർ ഫ്രണ്ട് കണ്ടിട്ടുണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ടൊവിനോ ഇങ്ങനെ മാറി മാറി നരിവേട്ട വരയ്ക്കും കണ്ട പടങ്ങളിലൊക്കെ നമുക്ക് പഴയ സാധനം, പഴയൊരു അതിലൊന്നും ചെയ്ത സാധനം അല്ലാണ്ട് വേറെ ഭയങ്കര സാധനങ്ങൾ ഈ സാധനങ്ങൾ ചില സിനിമകളൊക്കെ അണ്ടർവേൾഡ് പറഞ്ഞൊരു പടമുണ്ട്. അണ്ടർവേൾഡ് അത് ഭയങ്കര ആൾക്കാർ വന്നു. അവര് പിന്നെ അതിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് നിന്നു. അത് ശരിക്കും ആ പരിപാടി നടക്കണ സമയത്തില്ലേ മറ്റേ ആ പാട്ടൊക്കെ അതിന്റെ ഭംഗി ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊക്കെ കാണാത്ത ആൾക്കാർ വേറെ തന്നെ ഒരു പരിപാടിയാണ്. നല്ല രസമുള്ള ഭയങ്കര കളർ വൈബ്സ് ആണ്. ഈ ചാക്കോച്ചൻ പറഞ്ഞൊരു സാധനമാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ്. ചാക്കോച്ചൻ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് സിനിമ കണ്ടിട്ട് സൗബിന്റെ അഭിനയം കണ്ടിട്ട് ഭയങ്കര എനിക്കിതുപോലെ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. പുള്ളി 1 വന്ന് 2 വന്ന് 3 വന്നൊക്കെ ഫ്ലോപ്പായി പോയിട്ട് പുള്ളി തിരിച്ചു പുള്ളി പിന്നെ പറഞ്ഞ ഒന്നാമത്തെ ആ കേസോട് അതിന് ശേഷം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യിക്കാനുള്ള ഡയറക്ടേഴ്സ് വന്നെന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട്. അതായത് ധൈര്യമായിട്ട് ഇനി എനിക്ക് ചെയ്യാം, അങ്ങനെ ഞങ്ങളെ ഫില്ലാക്കി എടുക്കാനുള്ള ഡയറക്ടേഴ്സ് വന്നു. ഒന്നാമത്തെ ആ കേസ് ഓഫീസിലൊക്കെ നല്ല ഡയറക്ടേഴ്സിന്റെ കൈ നല്ല പുള്ളിക്കൊന്നും ചീത്തപ്പനുണ്ട്. സ്റ്റണ്ട് ചെയ്യാൻ അറിയാമോ? പുള്ളി ഭയങ്കരമായിട്ട് അവരടക്ക പുള്ളി ഭയങ്കരമായിട്ട് മാറിച്ചേട്ടുണ്ട്. അവിടെ ഓടിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഗുലുമാലിന് പിന്നെയും പോയി. പുള്ളി ഓരോ തവണ വരുമ്പോഴും പുള്ളി പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് പുള്ളി കുറെ നാളായിട്ട് അങ്ങനെ ചെയ്ത് വന്നിട്ട്. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഫുള്ളാണ് മാറിയില്ലേ? പുള്ളി അതിന് കുറെ ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാർ അല്ല പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളി അതിന് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇത് മാറ്റാൻ വേണ്ടിട്ട് പുള്ളി തന്നെ പറഞ്ഞില്ല എല്ലാ സീരിയലും ചോക്ലേറ്റ് ഹീറോ ആൾക്കാർക്ക് പുള്ളി അപ്പോഴും നല്ല പടങ്ങൾ മാറ്റി പടങ്ങൾ ചെയ്ത് പക്ഷെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇത് ഇതാവണില്ല. ഈ പുള്ളിന് ഒരു ചോക്ലേറ്റ് ബോയ് സെറ്റപ്പ് നല്ല പടം കിട്ടാത്തോണ്ടാണ്. നല്ല പടം കിട്ടിക്കാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിവിൻ പോളിക്കും ആ ഒരു ഇത്ര ഉണ്ടായില്ല. പോളിക്കാരും അവനത് മൂത്തോം ചെയ്ത് ബ്രേക്ക് ചെയ്ത സാധനം. ഏജൂടെ ഒക്കെ ചെയ്ത് ഏജൂടെ ആൾക്കാരെ പക്ഷെ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്ത് മൂത്തോം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോസർ ഭയങ്കരമായിട്ട് ആൾക്കാരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ല. അവന്റെ പരിപാടിയാണ് ചെയ്താലേ വർക്ക് ആവുള്ളൂ. കംബാക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യണ കുറച്ച് നടക്കാറുണ്ട്. ഞാൻ പോയിട്ടില്ല. പക്ഷെ മോഹൻലാലിന് ആൾക്കാർ നല്ലൊരു പടം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ആഗ്രഹം. നല്ലൊരു പടം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. തുടരെ കിട്ടിയ സമയത്ത് വന്ന് അടിച്ചവരുണ്ട്. ഞാനൊക്കെ 9 പഠിക്കുമ്പോൾ ചെയ്യണ എല്ലാം ഹിറ്റ്.
മോഹൻലാലിന്റെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് വെച്ച് എനിക്ക് ഇപ്പൊ പ്രേമം പറയുന്ന സമയത്ത് ഈ മോഹൻലാലിന്റെ ഈ സാധനം പറഞ്ഞു ഭയങ്കര സൂപ്പർ സ്റ്റാർ സാധനങ്ങളിൽ കുറെ കടന്നു ആ ടൈമിൽ അവൻ ചെയ്യുമ്പോ അവന്റെ ഒരു ആക്ടർ പരിപാടിയോട് സൂപ്പർ സ്റ്റാർ അത് ഫാൻസാർ ഞങ്ങൾ ഇതിലേക്ക് അടുത്തൊരു സൂപ്പർ സ്റ്റാർ കൂടിയാണുള്ള ആ ടൈമിൽ ദുൽഖർ കൂടി ഫാൻസ് ആയിട്ട് മലയാളി ഓഡിയൻസിന്റെ അടുത്തേക്ക് സാധനം വിടാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ അടിച്ചു വിടാൻ പറ്റില്ല, ബോളിവുഡിലൊക്കെ ഇറക്കണമെന്ന് അടിച്ച് സൽമാൻ ഖാൻ ഇറക്കാൻ പറ്റൂല. നല്ല സിനിമയുടെ ആൾക്കാരാണ് ഇപ്പൊ ഈ ആറാട്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ ആറാട്ട് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ ആറാട്ട് ഇഷ്ടമല്ല. ആറാട്ടിനെ പോലെ പടങ്ങൾ പക്ഷെ അത് അവർക്ക് അല്ലടാ ആർട്ടിസ്റ്റ് ആൾക്കാരുണ്ട്. പക്ഷെ ആറാട്ട് ഇത്തിരി കൂടി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പടം ഓടിക്കാനുള്ള എലമെന്റ് ഉണ്ട്. ക്ലൈമാക്സ് ഇങ്ങനെ കട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഗ്രൂപ്പ് കുറയ്ക്കായിരുന്നു. തമിഴിലെന്താ തമിഴിലെല്ലാം പറഞ്ഞാൽ തമിഴില് എല്ലാ ടൈപ്പ് പടം ഓടുക. പക്ഷെ അവന്മാർക്കിട്ടായിട്ട് കുറച്ചും ജനറലിലൂടെ ഉണ്ടാവും. അതാണ് ഈ മാസ് മസാല. കുറച്ച് മാസ് മസാല സാധനങ്ങൾ വേണം. ഇപ്പൊ ഈ തമിഴ് ആൾക്കാർ മലയാളത്തിലൊന്നും പിന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് പറയുന്നത് തമിഴ് ആ ഒരു നമ്മുടെ നരിവേട്ടയുടെ വേറൊരു സ്വഭാവം അല്ലെങ്കിൽ അതേ സ്വഭാവമുള്ള പടമാണ് വിടുതലെ പാർട്ട് 1 2 കഴിഞ്ഞ് നരിവേട്ട നല്ലൊരു പടമാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള നല്ല പടമാണ്. പക്ഷെ വിടുതലയിൽ പറയുന്ന ഓരോ ഡയലോഗ്സിന് ഭയങ്കര മോശം ഷാർപ്പായിട്ടാ പറഞ്ഞേ. പരിയേരും പെരുമാള് അതേപോലെ അങ്ങനത്തെ അവർക്ക് അങ്ങനത്തെ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് ഉണ്ട്. ഈ പാരഞ്ചിത്ത് പിന്നെ അവരുടെ നീലം പ്രൊഡക്ഷൻ എടുക്കുന്ന പടങ്ങളും അങ്ങനത്തെ പടങ്ങളാണ്. അവര് പൊളിറ്റിക്സ് ആ പടം അവിടെ ഓടിയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ ടൈപ്പ് ഇപ്പൊ അവര് തന്നെ ഉണ്ടായി കുറിച്ചിട്ട് ഓണമുണ്ട് ഫീൽഡിൽ VIP അതിപ്പോ റീസൺ അല്ലാണ്ട് ഈ കുറച്ച് പടങ്ങളുണ്ട് അവരുടെ ഒരു ജനറൽ ഓഡിയൻസ് നീ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. അതായത് നമുക്ക് സത്യനിലുള്ള പോലെ അവർക്ക് അവരുടേതായ ഒരു ജോണുണ്ട്. അല്ല ഇയാളെ ഈ ഹക്കീം ഷാജാന്റെ തമിഴിലൊരു പടമുണ്ട്, മലയാളികൾക്ക് എത്ര വേറെ റേഞ്ചാണ്. അത് കോവിഡ് ടൈമിൽ ഇറങ്ങിയ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എന്തോ കണ്ട. പക്ഷെ അത് മലയാളികൾക്ക് അധികം അറിയില്ലായിരിക്കും. അതിന്റെ കഥ പകുതി കേരളത്തിലും തമിഴ്നാടും. കിടിലം പടം. അതായത് ഒരു കാടൊക്കെ വെച്ചിട്ട് സൈക്കോ ആണ് ഹക്കീം ഷാജ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോ. പുള്ളി നമ്മുടെ ചാറിലൊക്കെ പടത്തിലുണ്ടല്ലോ. നമ്മുടെ ആ പടത്തിന് വരുന്ന ഇപ്പൊ കൊറേ പടത്തിലൊക്കെ പക്ഷെ അഭിനയിച്ചത് അനശ്വര രാജന്റെ പടം പ്രണയവിലാസം. പ്രണയവിലാസം അതിലാ കുറച്ച് ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ പുള്ളി നായകനായിട്ട് തമിഴിൽ അഭിനയിച്ച പടം ഗംഭീര പടം.